അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയായ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി സ്വർഗ്ഗ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ പുതുമാരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാന്മാരുടെ അപദാനങ്ങൾ, ചരിത്രങ്ങൾ കേൾക്കുക വഴി, അവരെ ഓർക്കുന്നത് വഴി ഈ കേൾക്കുന്ന മുഴുവൻ സമയവും അല്ലാഹു തആല നല്ല നന്മയായി രേഖപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹൈദർ എന്ന വാക്കിനർത്ഥം സിംഹം എന്നാണ്. എന്നാൽ അസദ് എന്ന വാക്കിന്റെ അർത്ഥവും സിംഹം എന്ന് തന്നെയാണ്. ഹൈദർ എന്നാണ് കുഞ്ഞിന് പേര് വെച്ചത്. പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളുള്ള കുഞ്ഞ്, ഗർഭിണിയായ ഉമ്മ. പേര് ഫാത്തിമ എന്നാണ്. ആരാണ് ഫാത്തിമ? മക്കയുടെ നായകൻ അബൂ ത്വാലിബിന്റെ ഭാര്യ, പേരും പെരുമയുമുള്ള കുലീന വനിത. അവർ ഇടയ്ക്കിടെ കഅബാലയത്തിൽ പോവും, തവാഫ് ചെയ്യും. ഇത് പതിവാണ്. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായപ്പോഴും തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയിൽ പോയി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കഅബയുടെ സമീപത്തായിരുന്നപ്പോൾ പ്രസവ വേദന തുടങ്ങി. കഅബാലയത്തിൽ കയറി അവിടെ പ്രസവം നടന്നു. ആ കുഞ്ഞിന് മാതാവ് നൽകിയ പേര് ഹൈദർ എന്നായിരുന്നു. ഫാത്തിമയുടെ പിതാവിന്റെ പേര് അസദ് എന്നാണ്. അസദ് എന്നാൽ സിംഹം എന്നാണ് അർത്ഥം വരുന്നത്. സ്വന്തം പിതാവിന്റെ പേരിന്റെ അർത്ഥം കിട്ടുന്ന മറ്റൊരു പേരാണ് ഹൈദർ. അങ്ങനെ ചിന്തിച്ച് മഹദി ഫാത്തിമ എന്നവർ തന്റെ കുഞ്ഞിന് ഹൈദർ എന്ന് പേരിട്ടു. എന്നാൽ പിതാവ് അബൂ ത്വാലിബ് കുഞ്ഞിന് മറ്റൊരു പേരാണ് നൽകിയത്. അലി എന്നായിരുന്നു. അലി ഹൈദർ. ഇസ്ലാമിക ചരിത്രത്തിലെ നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജ്ഹഹു എന്നാണ് പറയേണ്ടത്. അഥവാ അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിക്കട്ടെ എന്നാണ് നാം പറയേണ്ടത്. ഫാത്തിമ ബിൻത്ത് അസദ് പ്രസവിച്ച കുഞ്ഞ് ധീരതയിലും ശക്തിയിലും ഒരു സിംഹം തന്നെയായിരുന്നു. തന്നെ ആക്രമിക്കാൻ വന്ന ഒരാളെയും വെറുതെ വിട്ടില്ല. എത്ര വലിയ മല്ലൻ വന്നാലും മലർത്തിയടിക്കും. എത്ര വലിയ യോദ്ധാവായാലും പൊക്കിയെടുത്ത് നിലത്തടിക്കും. പിന്നെ അയാൾ അലിയുടെ നേരെ വരില്ല. പ്രതിയോഗിയെ നിലത്ത് വീഴ്ത്താതെ വിടില്ല. വലിയ പാറക്കല്ലുകൾ, അത് പൊക്കണമെങ്കിൽ എത്രയോ ശക്തന്മാർ ഒന്നിച്ചു ശ്രമിക്കണം. എന്നാൽ തന്നെ പൊക്കിയെങ്കിലായി. അങ്ങനെയുള്ള പാറക്കല്ല് അലി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കെടുത്ത് പൊക്കി നിലത്തെറിയും. കാണികൾ കോരിത്തരിക്കും. അതാണ് അലി ഹൈദർ കറമല്ലാഹു വജ്ഹഹു. മക്കക്കാർക്ക് ആ ചെറുപ്പക്കാരൻ എന്നും ഒരത്ഭുതമായിരുന്നു. ശക്തന്മാരുടെ മുഖത്തും വാക്കിലും കാണാറുള്ളത് ഗർവും ഗമയുമാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തും വാക്കിലും അവ കാണില്ല. വിനയവും ലാളിത്യവുമാണ് അവിടുന്ന് കാണാൻ കഴിയുക. അറേബ്യയിലെ സമുന്നതനായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഹാഷിം കുടുംബത്തിൽ ഖുറൈശികളുടെ ഗോത്രമഹിമ വളരെ പ്രസിദ്ധമാണ്. നേതൃത്വ ഗുണങ്ങൾ വേണ്ടുവോളമുള്ളവരാണവർ. ധീരതയിൽ അവർ മുന്നിട്ട് നിന്നു. യുദ്ധം വെട്ടി ജയിക്കും, തോറ്റോടിയ ചരിത്രമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 30 വയസ്സായ കാലത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നത്. അവർ തമ്മിൽ പ്രായത്തിൽ 30 വയസ്സിന്റെ അന്തരം. അബൂ ത്വാലിബിന്റെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് എന്നായിരുന്നു. ത്വാലിബ് എന്ന പുത്രൻ ജനിച്ചപ്പോഴാണ് അബൂ ത്വാലിബ് എന്ന വിളിപ്പേരുണ്ടായത്. ആ വിളിപ്പേര് ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. ഏറെ നാൾ കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുന്നേ തന്റെ പിതാവ് മരണപ്പെട്ടു പോയിരുന്നു. എന്നാൽ പ്രവാചകന് 6 വയസ്സ് പ്രായമായപ്പോൾ അവിടുത്തെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹായും മരണപ്പെട്ടു. ഏറെ നാൾ കഴിഞ്ഞില്ല, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുപോലെ പോറ്റി വളർത്തിയ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. അതിനുശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാകാൻ പോകുന്ന അബൂ ത്വാലിബിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അബൂ ത്വാലിബും ഭാര്യ ഫാത്തിമയും അവരാണിപ്പോൾ തന്റെ മാതാപിതാക്കൾ, അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ. സ്വന്തം മക്കളെ ഇത്രത്തോളം സ്നേഹിക്കുമോ? സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും 2 സാഗരങ്ങൾ. ഫാത്തിമയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്: ഇവർ എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മായുടെ വഫാത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഉമ്മ. അബൂ താലിബ് പണക്കാരനായിരുന്നില്ല, ജീവിതത്തിന്റെ കടുപ്പം അനുഭവിച്ചിട്ടുണ്ട്.
ഭർത്താവിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്ന ഭാര്യയായിരുന്നു ഫാത്തിമ ബിൻത്ത് അസദ് എന്നവർ. വീട്ടിൽ പലരും വരും. ഭക്ഷണത്തിന് വിളമ്പിയൊപ്പിക്കാൻ പ്രയാസമായി വരും. ചിലപ്പോൾ തറവാട്ടുകാരല്ലേ, പല ആളുകളും പല സന്ദർശകരും അബൂ താലിബിന്റെ വീട്ടിൽ വരുമായിരുന്നു. അവസാനമാകുമ്പോൾ ഫാത്തിമാക്ക് ഒന്നും കാണില്ല. പട്ടിണി പുറത്തു പറയില്ല. തന്റെ വിശപ്പൊരു പ്രശ്നമേയല്ല. മോൻ വിശപ്പനുഭവിക്കരുത്, അതായത് വളർത്തു മോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശപ്പനുഭവിക്കാൻ പാടില്ല. തന്റെ ഭക്ഷണം മോന് നൽകുകയാണ്. വിശപ്പടങ്ങുവോളം കൊടുക്കും. വിശേഷമായി വല്ല ആഹാരമുണ്ടാക്കിയാലോ കുറച്ചെടുത്ത് കരുതി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി കൊടുക്കാൻ. എന്ത് സ്നേഹമാണല്ലേ ആ വളർത്തമ്മയ്ക്ക്, ആ പോറ്റുമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് മുത്തുനബിയോട്. മുത്തുനബിയെ ഇത്രമേൽ സ്നേഹിച്ച, മുത്തുനബിയെ പോറ്റി വളർത്തിയ ഈ ഫാത്തിമയാണ്, ഈ ഫാത്തിമ ബിൻത്ത് അസദാണ് ഇസ്ലാമിന്റെ 4ാമത്തെ അധിപനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കുഞ്ഞു മോനോട് എന്തുമാത്രം സ്നേഹം കാണും. കാരണം എന്ത് സ്നേഹ വാത്സല്യത്തോടെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയും ഉമ്മയും തന്നെ പോറ്റി വളർത്തിയത്. നുബുവത്ത് ലഭിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് നടന്ന ഒരു ചെറിയ സംഭവം പറയാം. മക്കയിൽ കൊടിയ ക്ഷാമം പിടിപെട്ടു. ദാരിദ്ര്യവും പട്ടിണിയും പടർന്നു പിടിച്ചു. വെച്ചു വിളമ്പാൻ ഭക്ഷ്യവസ്തുക്കളില്ല. അബൂ താലിബ് വല്ലാതെ വിഷമിച്ചു പോയി. കാര്യമായ വരുമാനങ്ങളൊന്നുമില്ലല്ലോ. കുറെ വയറുകൾ വിശക്കുന്നു. വിശപ്പിന്റെ വിളി ശക്തമായി. അൽ അമീൻ ഈ അവസ്ഥ കണ്ടു മനസ്സിലകി. നേരെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവസ്ഥ വിവരിച്ചു. എന്നിട്ടിങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. അബൂ താലിബിന്റെ ഒരു മകനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കണം, ഒരു മകനെ ഞാനും സംരക്ഷിക്കാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വ്യവസ്ഥ സമ്മതിച്ചു. ഇരുവരും അബൂ താലിബിനെ കാണാനെത്തി. സംഗതി അവതരിപ്പിച്ചു. സ്നേഹപൂർവ്വം വളരെ നിർബന്ധിച്ചപ്പോൾ അബൂ താലിബ് സമ്മതിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറോട് ചേർത്തണച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മറ്റൊരു മകനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും മാറോട് ചേർത്ത് പിടിച്ചു. കുട്ടികൾ തൽക്കാലം താമസം മാറുകയാണ്. ചെറിയൊരു വേർപാടിന്റെ വേദന ഫാത്തിമ മക്കളെ മുത്തം നൽകി പറഞ്ഞയക്കുകയാണ്. നനഞ്ഞ കണ്ണുകളോടെ കുട്ടികൾ അബൂ താലിബിന്റെയും സ്നേഹനിധിയായ ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദിന്റെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഭർത്താക്കന്മാരുടെ തീരുമാനം ഭാര്യമാർ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാം സന്തോഷത്തോടെ കുട്ടികളെ സ്വാഗതം ചെയ്തു. ഉമ്മുൽ ഫളില് നല്ല ആഹാരമുണ്ടാക്കി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മുൽ ഫളില്. ഫളില് എന്ന മോനെ പ്രസവിച്ചപ്പോൾ കിട്ടിയ പേരാണ് ഉമ്മുൽ ഫളില് എന്ന്. അങ്ങനെ അവർ നല്ല ആഹാരമുണ്ടാക്കി ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ സൽക്കരിച്ചു. സന്തോഷപൂർവ്വം ജഅഫർ എന്നവർ ആഹാരം കഴിച്ചു. വല്ലാത്തൊരു നിർവൃതിയോടെ ഉമ്മുൽ ഫളില് നോക്കി നിൽക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് കയറുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ കൈനീട്ടി സ്വീകരിച്ചു. 8 വയസ്സുള്ള കുട്ടി, നല്ല ചുണക്കുട്ടൻ, ബുദ്ധിമാൻ, ആരോഗ്യവാൻ, നല്ല സാഹിത്യവാസന. കവിത ചൊല്ലുന്നത് കേട്ടാൽ ശ്രദ്ധിച്ചു നിന്നുപോകും. ഭാവന വികസിക്കും. ഒരിക്കൽ കേട്ടാൽ മതി, മറക്കില്ല. അതിശക്തമായ ഓർമ്മശക്തി. മറ്റു കുട്ടികളിൽ നിന്നെല്ലാം പല നിലക്കും വ്യത്യസ്തനാണ് ഈ കുട്ടി. കളിയിലും വിനോദത്തിലും താല്പര്യമില്ല. ജോലി ചെയ്യും, അധ്വാനിക്കും, സേവന തൽപരനാണ്. ബുദ്ധിപൂർവമാണ് സംസാരിക്കുക. വെറും വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞിട്ടേയില്ല. വിശപ്പടങ്ങാൻ മാത്രം ആഹാരം കഴിക്കും. വാരി വലിച്ച് തിന്നുന്ന പതിവില്ല. മക്കയുടെ ആത്മാവ് കണ്ടെത്തിയ കുട്ടി, നമ്മുടെ പുന്നാര നബി. സ്നേഹവാത്സല്യങ്ങളുടെ നിറകുടം. അൽ അമീനും അലി ഹൈദറും ആത്മാവുകളുടെ പൊരുത്തം. ഒരേ ഗോത്രം, ഒരേ കുടുംബം, ഒരേ രക്തം. എന്തൊരു ചേർച്ചാലേ! ഒരേ ചിന്ത, ഒരേ വികാരം. ഒരാൾ All new Awesome Intelligence brings best of AI features. It brings intelligent video editing features like ത്തിലേക്ക് മറ്റൊരാൾ വിലായത്തിലേക്ക്. അലിയുടെ സൗഭാഗ്യം അത് അവർണ്ണനീയം. ആർക്കും അത് വർണ്ണിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി എന്ന കുട്ടിയെ ചേർത്ത് പിടിച്ചു. അല്ലാഹു തആല ഏതൊരു പ്രകാശത്തെയാണോ ആദ്യം സൃഷ്ടിച്ചത്, ആ പ്രകാശമാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ പ്രകാശം തന്റെ ആത്മാവിനെ പ്രശോഭിതമാക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ തനിക്കു ലഭിച്ച 2ാമത്തെ ഉമ്മയാണിത്. സ്നേഹവാത്സല്യങ്ങളുടെ കേദാരമാണ്. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 8 വയസ്സ്, ബാല്യദശ, പഠനത്തിന്റെ കാലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിക്കുകയാണ്. എന്താണ് പഠന വിഷയം? അൽ അമീനിന്റെയും ഖദീജ ബീവിയുടെയും ജീവിതമാണ്. അത് നന്നായി പഠിച്ചറിയുകയാണ് അലി എന്ന കുട്ടി.
ആ വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു കൂട്ടുകാരനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു അൻഹായുടെയും സംരക്ഷണയിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നന്നായി ജോലി ചെയ്യുന്ന, അമ്പരിപ്പിക്കുന്ന ഒരു കഥയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. സെയ്ദ് റളിയല്ലാഹു അൻഹുവും അലിയും നല്ല കൂട്ടുകാരാണ് അവർ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു അൻഹായുടെയും വാത്സല്യം വേണ്ടുവോളം ലഭിച്ച ഭാഗ്യവാന്മാരായ രണ്ട് കുട്ടികൾ അലി ഇബ്നു അബീ ത്വാലിബും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമയും. ഇരുവരും അതിരാവിലെ ഉണരും, കഴിയാവുന്ന ജോലികൾ ചെയ്യും, തമാശകൾ പറയും, ചിരിക്കും, വീട്ടിനകത്തും പുറത്തും ഓടി നടക്കും. ആഹാര സമയം ആഹ്ലാദത്തിന്റെ സമയമാണ്. അടുക്കളയിൽ ആഹാരം വിളമ്പാൻ തുടങ്ങും. കൂട്ടുകാർ പാത്രങ്ങൾ സുപ്രയിൽ കൊണ്ടുവന്ന് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കുട്ടികൾ ആഹാരം കഴിക്കാനിരിക്കുമല്ലേ. അനുഭൂതിയുടെ നിമിഷങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ. ഇസ്ലാമിലേക്കുള്ള ആദ്യ ക്ഷണം, ആ ക്ഷണം വീട്ടിൽ തന്നെയായിരുന്നു നടന്നത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. മുഹമ്മദ് അവന്റെ ദൂതനാകുന്നു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ആദ്യത്തെ വിളിയാളം, ആ വിളിക്കുത്തരം നൽകാൻ മുമ്പോട്ട് വന്നത് ആരൊക്കെയായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെല്ലാം അവർ അപ്പടി വിശ്വസിച്ചു, ഒട്ടും സംശയിച്ചു നിന്നില്ല. ദൃഢവിശ്വാസികളാണ് അവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിക്കുന്ന 3 പേർ, അവർക്കത് മനസ്സിന്റെ വെളിച്ചമായി മാറി, ആത്മാവിന്റെ ശോഭയായി മാറി. അവരാണ് തൗഹീദിന്റെ സാക്ഷികൾ, സത്യസാക്ഷികൾ. അവരുടെ ജീവിതം പിൽക്കാലക്കാർക്ക് രോമാഞ്ചജനകമായ ചരിത്രമായി തീർന്നു. റസൂലുള്ളാഹിയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയുടെയും പ്രവർത്തികൾ അലി എന്ന കുട്ടി വീക്ഷിക്കുകയാണ്, കാണുകയാണ്, അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അലി എന്ന കുട്ടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അലി എന്ന കുട്ടി പറഞ്ഞു, ഞാൻ ഉപ്പയോട് സമ്മതം ചോദിക്കട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. കുട്ടിയുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി, സ്വയം ചിന്തിക്കാൻ തുടങ്ങി. തന്നെ സൃഷ്ടിച്ചത് അല്ലാഹു, ഉപ്പായെ സൃഷ്ടിച്ചതും അല്ലാഹു. അങ്ങനെയുള്ള അല്ലാഹുവിൽ വിശ്വസിക്കാൻ ഉപ്പായുടെ സമ്മതം വേണോ? വേണമെങ്കിൽ എന്തിനാണത്? ഉപ്പയോട് സമ്മതം ചോദിക്കേണ്ടതില്ലെന്ന് കുട്ടി തീരുമാനിച്ചു. സത്യസാക്ഷ്യം വഹിക്കാൻ സന്നദ്ധനായി. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ 10ാം വയസ്സിൽ സത്യസാക്ഷ്യവചനം ഒഴിഞ്ഞു. പിന്നീടുള്ള ജീവിതം ഇസ്ലാമിനു വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? 10 വയസ്സുകാരൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രായത്തിൽ തന്നെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു മിടുക്കനായ കുട്ടിയാണ്, അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയാണ്. കേട്ടാൽ ഉടനെ പഠിക്കും, പഠിച്ചതെല്ലാം മറക്കില്ല, എല്ലാം ഓർമ്മയിലുണ്ടാവും. ആവശ്യം വരുമ്പോൾ ഓർമ്മയിൽ നിന്ന് പരതിയെടുക്കും, വളരെ വേഗത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. ബുദ്ധിശക്തിയും ധീരതയും കുട്ടിക്ക് വേണ്ടുവോളമുണ്ട്, എന്തും നേരിടാനുള്ള മനക്കരുത്തുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഗാധമായി സ്നേഹിച്ചു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കും. ജീവൻ നൽകാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ നൽകും, ഒട്ടും സംശയിച്ചു നിൽക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു സമർപ്പണം? അലി റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണം കാലത്തെ അതിശയിപ്പിക്കുന്ന വിധമാണ്. പകരം കിട്ടിയത് എന്താണ്? പരിശുദ്ധമായ സ്നേഹം, മികച്ച പരിഗണന, മാനസികമായ പൊരുത്തം, ആത്മാവുകളുടെ അടുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവർ പിതാവും പുത്രനും പോലെയാണ്, അകലാൻ കഴിയാത്ത കൂട്ടുകാരെ പോലെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നു. അലി റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം കൂടെ ഇറങ്ങുന്നു. രണ്ടുപേരും നടക്കുകയാണ്. ശാന്തരായി തൊട്ടുള്ള നടപ്പ്, സുന്ദരമായ സായാഹ്നം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. വെയിലിന് ചൂട് കുറഞ്ഞു വരികയാണ്. മരങ്ങളുടെ നിഴലുകൾക്ക് നീളം കൂടിക്കൂടി വരികയാണ്. മഹത്തായ കഅബാലയം, അതിനടുത്തുകൂടി ഇരുവരും നടന്നു പോവുകയാണ്. അങ്ങനെ പ്രവാചകനോടൊപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ എത്ര സമയം ചിലവഴിച്ചിട്ടുണ്ടാകും? ആ ചരിത്രങ്ങളെല്ലാം നമുക്ക് കേട്ടു പഠിക്കണ്ടേ?